കൃത്യമായിട്ട് എന്തുകൊണ്ടാണ് പറയാൻ പറ്റാത്തത്? ഞങ്ങൾക്ക് ബന്ധമുണ്ട് എല്ലാത്തരം മതവിശ്വാസികളുമായി. തെറ്റിക്കരുത്, അതുകൊണ്ട് ആവർത്തിക്കുകയാണ്. എല്ലാ വിഭാഗത്തിൽപ്പെട്ട യഥാർത്ഥ വിശ്വാസികളുമായി നല്ല ബന്ധമുണ്ട് LDF. ആ ബന്ധം ഒരു വിലപ്പെട്ട ബന്ധമായിട്ട് കാണുകയാണ് ഞങ്ങൾ. അത് പുതിയ കാര്യവുമല്ല. ഇടതുപക്ഷം വിശ്വാസികളെയും ശത്രുവായി കാണുന്നുവെന്ന പ്രചാരവേല പരമാബദ്ധമാണ്. ഞങ്ങൾ വിശ്വാസികളെ ശത്രുവായി കാണുകയുമില്ല. ഞങ്ങളവരെ മിത്രങ്ങളായി കാണുകയാണ്. മതവുമായുള്ള മാർക്സിസത്തിൻ്റെ ബന്ധം ചർച്ചാ വിഷയമാകുമ്പോഴെല്ലാം ഒരു കാര്യം പലപ്പോഴും പറയാറുണ്ട്. ഇടതുപക്ഷ വിരുദ്ധന്മാർ അവർ പറയുന്നത് മാർക്സിൻ്റെ ഒരു വാക്കാണ്. അവർ പറയും, മാർക്സ് പറഞ്ഞില്ലേ മതം മനുഷ്യരെ മയക്കുന്നത് കറുപ്പാണെന്ന്. ഈ ചോദ്യം കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ മതവുമായുള്ള ബന്ധത്തെപ്പറ്റിയുള്ള എല്ലാ ചർച്ചകളിലും വിരുദ്ധന്മാർ സ്വന്തം ആയുധങ്ങളെ മൂച്ചുകൊട്ടി കാണിക്കുന്നത്. ആ സുഹൃത്തുക്കളെല്ലാം അറിയാൻ വേണ്ടി പറയുകയാണ്, മാർക്സ് ഈ വാചകം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ വാചകം പറയും മുമ്പ് മാർക്സ് പറഞ്ഞ ഒരു 3 വാചകം കൂടിയുണ്ട്. അത് ഇവരാരും പറയാറില്ല. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, മാർക്സ് പറഞ്ഞ ആ ഭാഗം മുഴുവനും പറയുന്നു. മാർക്സ് പറഞ്ഞു, ആത്മാവ് ഇല്ലാത്ത ലോകത്തിൻ്റെ ആത്മാവാണ് മതം. ഹൃദയശൂന്യമായ സമൂഹത്തിൻ്റെ ഹൃദയമാണ് മതം. ഇറ്റ് ഇസ് ദ സൈ ഓഫ് ദ ഒപ്രസ്ഡ് മാൻ. അത് അടിച്ചമർത്തപ്പെട്ട മനുഷ്യൻ്റെ നെടുവീർപ്പാണ്. ഈ 3 വാചകം പറഞ്ഞു കഴിഞ്ഞാണ് മാർക്സ് പറഞ്ഞത്, പക്ഷേ അത് മനുഷ്യരെ മയക്കുന്ന കറുപ്പാണെന്ന്. അതാണ് മാർക്സിൻ്റെ കാഴ്ചപ്പാട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? മതം ഒരു വിമോചന പ്രതീതി ഉണ്ടാക്കും, യഥാർത്ഥ മോചനം ഉണ്ടാക്കുന്നില്ല എന്ന് മാർക്സ് വിശ്വസിച്ചു. അതുകൊണ്ടാണ് ആ 4ാമത്തെ വാചകം ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് ആർക്ക് യോജിക്കാം, വിയോജിക്കാം. പക്ഷെ ഇതാണ് മാർക്സ് പറഞ്ഞത്. മതത്തിൻ്റെ ഈ പറയുന്ന അംശങ്ങളെപ്പറ്റി ഏറ്റവും ഉദാത്ത ഗംഭീരമായ ഭാഷയിൽ പറഞ്ഞ, മാർക്സിനെ പോലെ പറഞ്ഞ ഒരൊറ്റ മത പ്രബോധകനെയും എനിക്ക് അറിയില്ല, ഉണ്ടാകുമായിരിക്കും, എനിക്കറിയില്ല. അത്ര ഉദാത്തമായ ഭാഷയിലല്ലേ മാർക്സ് പറഞ്ഞ മതത്തെപ്പറ്റി. ഇതാണ് ഞങ്ങളുടെ സമീപനം മതത്തോടുള്ള. ഞങ്ങൾ ഇടതുപക്ഷക്കാർ മതവിശ്വാസികളെയും മതഭ്രാന്തിനെയും ഒരുപോലെ കാണില്ല. ഞങ്ങൾ യഥാർത്ഥ വിശ്വാസികളെ ബന്ധുവായി കാണുമ്പോൾ തന്നെ യഥാർത്ഥ വിശ്വാസ പാതയെ മാറ്റിമറിച്ചുകൊണ്ട് മതത്തെ തീവ്രവാദമാക്കി മാറ്റുന്ന ശക്തികളുമായിട്ട് ഞങ്ങൾക്ക് ഒരിക്കലും യോജിപ്പില്ല ആശയപരമായിട്ട്. നിങ്ങൾക്കറിയാം, ഭൂരിപക്ഷ മതത്തിൻ്റെ തീവ്രവാദ മുഖമാണ് RSS. RSS രാഷ്ട്രീയ മുഖമാണ് BJP. ഈ RSSൻ്റെ ഭൂരിപക്ഷ തീവ്രവാദ രാഷ്ട്രീയത്തിൻ്റെയും ആശയത്തിൻ്റെയും ഒരു പ്രതിഫലനം കണക്കെയാണ് ന്യൂനപക്ഷ മതങ്ങളിലെല്ലാം തീവ്രവാദം ശക്തിപ്പെട്ടത്. എപ്പോഴും ഒരു തീവ്രവാദം വേറെ തീവ്രവാദത്തെ വളം വെച്ച് വളർത്തുകയാണ്. അവരങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയാണ്, അവരെ കണ്ടില്ല എന്ന് പറഞ്ഞാൽ മതി. RSSൻ്റെ ആശയങ്ങളുടെ കാതലായിട്ടുള്ള ന്യൂനപക്ഷ വൈരാഗ്യത്തിലൂന്നിയ ഭൂരിപക്ഷ വർഗീയ ഫാസിസ്റ്റ് ആശയത്തിൻ്റെ മറുപുറമാണ് ന്യൂനപക്ഷ മതങ്ങളിലെ എല്ലാ തീവ്രവാദങ്ങളും.
അതിനോട് ഞങ്ങൾക്ക് LDF ആശയപരമായിട്ട് ഒരു യോജിപ്പുമില്ല, ഉണ്ടാവുകയുമില്ല. എല്ലാ മതങ്ങൾക്കുള്ളിലും തീവ്രവാദത്തിൻ്റെ വിഷവിത്തുപാകിയ ശക്തികളോട് കമ്മ്യൂണിസ്റ്റുകാർക്ക് LDF ഈ പറഞ്ഞ ആശയ വിയോജിപ്പ് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അത് മാറ്റിയില്ല, അതെല്ലാവർക്കും ബാധകമാണ്. വോട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾ പക്ഷേ വോട്ട് ചെയ്യണമെന്ന് പറയുന്നില്ല. എല്ലാ വോട്ട് മനുഷ്യൻ്റെ വോട്ടാണ്. ഞങ്ങൾ മനുഷ്യൻ്റെ ഭാഗത്താണ്. മനുഷ്യൻ്റെ ഭാഗത്ത് സ്വയം നിൽക്കുന്ന ശരി ആ പക്ഷമാണെന്ന്, ഏത് പക്ഷം, മനുഷ്യപക്ഷമാണെന്ന് ചിന്തിക്കുന്ന LDFകാർ മനുഷ്യൻ്റെ വോട്ടിനെ സ്വീകരിക്കും. പക്ഷേ മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കുന്ന വർഗീയ ഭ്രാന്തിൻ്റെ വോട്ട് സ്വീകരിക്കില്ല. എന്തോ പിന്നെ പേരൊന്നും പറയണ്ട, ഒരു പേരും പറയേണ്ട കാര്യമില്ല. നാളെ നിനക്ക് അറിയാം. അതിന് കാര്യമില്ലല്ലോ, ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞില്ല.